ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിക്രം സാബുവിനെ തല്ലി ചതക്കേട്ടോ. വിക്രമിനെ തല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്കൊന്നും പറ്റുന്നില്ല. കാരണം വിക്രം അത്രയ്ക്ക് അയാളുടെ കയ്യും കാലൊക്കെ തല്ലി ഒടിക്കുന്നുണ്ട്. ശേഷം കഴുത്ത് പിടിച്ച് അമർക്കുത്തുമ്പോൾ മതി എന്നയാൾ പറയാട്ടോ. വിക്രം പറയും, ഇല്ല എനിക്ക് മതിയായിട്ടില്ല, എന്നോടുള്ള കലി നീ എൻ്റെ കുടുംബത്തോട് തീർത്തു, എൻ്റെ അച്ഛനെയും ചേട്ടന്മാരെ സ്റ്റേഷനിലിട്ട് ഉപദ്രവിച്ചു, ഇതൊക്കെ അറിഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു കരുതിയോ നീ? ഇനി നിന്റെ കൈ പൊങ്ങിയ നിന്റെ വീട്ടിലിരിക്കുന്ന അനിയനും അമ്മയും കൂടെ ഇല്ലാതാവും. നിന്റെ അമ്മയടക്കം 3 പെണ്ണുങ്ങൾ വിധവയാകും. ആണുങ്ങളുടെ പ്രവർത്തിക്കാൻ അനുഭവിക്കുന്നത് വീട്ടിലെ പെണ്ണുങ്ങൾ കൂടിയാണെന്ന് നായേ. ഇനി സർവീസിലിരിക്കാൻ നീ യോഗ്യനല്ല. ഒടിഞ്ഞ കഴുത്തുമായി ഒരു ഇൻസ്പെക്ടർ സർവീസിൽ അൺഫിറ്റഡാ എന്ന് പറഞ്ഞ് അയാളുടെ കഴുത്തൊടിക്കണേ. ശേഷം കാലുകൾ രണ്ടും ആ വലിയ വടിയെടുത്ത് തല്ലി ചതയ്ക്കുന്നുണ്ട്. ഇപ്പോ അയാൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കൂടി പറ്റുന്നില്ല. അങ്ങനെ വിക്രം അതിനുശേഷമാണ് അവിടുന്ന് പോരുന്നത്. വിക്രമും തല്ലി തല്ലി ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഇതേ സമയം ഇഷിത വിക്രമിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ആ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് വേദ വിളിക്കും, നിങ്ങൾ ഇറങ്ങിയോ? അത് പിന്നെ വൈകിക്കണ്ട കേട്ടോ, ഏട്ടനും ഏട്ടത്തിയും കൂടെ സിനിമയ്ക്ക് പോയി. അത് 11 മണിയുടെ ഷോ ആയതുകൊണ്ട് 2 മണിയെങ്കിലും ആകും തിരിച്ചെത്തും. അതിനുള്ളിൽ വിക്രമിന് ഇവിടെ എത്തിക്കണം. ഇഷിത പറയും, അതിനെ വിക്രം ഇവിടെ ഇല്ല. വേദ ഞെട്ടും, ഇല്ലേ എവിടെ പോയി? ഇഷിത പറയും, വേദയുടെ കോള് വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് കാറിന്റെ ചാവി വാങ്ങിച്ചു പോയതാ, ഇപ്പൊ തിരികെ വരാന്ന് പറഞ്ഞാ പോയത്. വേദയ്ക്കും, എന്ത് പണി ഇഷിത നീ ചെയ്തത്? എന്തിനാ പറഞ്ഞയച്ചത്? ഇഷിത പറയും, എന്നോട് നിർബന്ധമായി ആവശ്യപ്പെട്ടിട്ടാ. പറ്റില്ലെന്ന് പറഞ്ഞാലും നിൽക്കുന്ന സ്വഭാവമല്ലെന്ന് എനിക്ക് തോന്നി. വേദ പറയും, ആ സമയത്ത് എന്നെ വിളിച്ചൂടായിരുന്നോ? പോയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കില്ലെന്ന് കണിശമായി പറഞ്ഞു. നാളൊരു പക്ഷേ എനിക്ക് വരെ പ്രശ്നം ഉണ്ടാകും, അത് ഒഴിവാക്കാൻ പോയേ പറ്റൂന്ന് പറഞ്ഞപ്പോഴാ ഞാൻ. അപ്പോഴേക്കും കാറ് വരുന്നത് കാണും, ദാ വരുന്നുണ്ട് കേട്ടോ. വേദയ്ക്കും, അതെയോ, എന്നാ വേഗം പുറപ്പെട്ടോ. ഇഷിത പറയും, ഞാൻ അവിടെ എത്തുമ്പോ വിളിക്കാം എന്ന് പറഞ്ഞ് കൊളുവട്ടെയും. അപ്പോഴേക്കും വിക്രം കാറുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാം. അങ്ങനെ കാറിന്ന് ഇറങ്ങുമ്പോ, നമുക്ക് പോവാം. അല്ല, ഇതെന്താ മുറിവ്? അത് പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെയോ? നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് പോവാം, വാ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇരിക്കേ, ഞാൻ മരുന്ന് ഇങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് വിക്രമിനെ അവിടെ സിറ്റ് ഔട്ടിൽ ഇരുത്തിയിട്ട് ഇഷിത അകത്ത് പോയി മെഡിസിൻ എടുത്തിട്ട് വരാണ്ടോ. ഇതേ സമയം വേദയാണെങ്കിൽ ടെൻഷനോട് കൂടെ കാത്തു നിൽക്കാട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇഷിതയുടെ കാറ് വീട്ടുമുറ്റത്തെത്തും. എന്നിട്ട് ഇഷിത ഫോണിലേക്ക് മെസ്സേജ് ചെയ്യും. ഇഷിതയുടെ മെസ്സേജ് കാണുമ്പോ വേദ വേഗം പുറത്തേക്ക് ഇറങ്ങി പോവാട്ടോ. ആരെങ്കിലും വരുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഇഷിത കാറ് നിർത്തിയതിനു ശേഷം വിക്രമിനെ കാറിന്ന് ഇറക്കി വേദയുടെ അടുത്തേക്ക് എത്തിക്കും. ഞാൻ മനഃപൂർവ്വം അകത്തേക്ക് വരാതിരുന്നതാ, ഇനി കാറിന്റെ ശബ്ദം കേട്ട് പ്രശ്നമാവണ്ടെന്ന് വെച്ചു. കുഴപ്പമാവില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലോ? വേദ പറയും, നീ ധൈര്യമായിട്ട് പോയിക്കോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. താങ്ക് യു ഫോർ എവറിത്തിങ്. അപ്പോ ഇഷിത, ദാ നാളെ ഡ്രസ്സ് ചെയ്യാനുള്ള മെഡിസിനും എല്ലാം ഇതിനകത്തുണ്ട്, 2 ദിവസം കഴിഞ്ഞേ ഞാൻ വരാം, ഓക്കെ? അങ്ങനെ വേദ വിക്രമിനെ തോളില് ആക്കിയിട്ട് കൂട്ടിക്കൊണ്ടു പോകും. ഇഷിത ഗേറ്റ് അടച്ചിട്ട് അവിടുന്ന് പോവാട്ടോ. അങ്ങനെ പതിയെ പതിയെ വേദ വിക്രമിനെ മുകളിലേക്ക് കൊണ്ടുപോകട്ടെ. ആ സ്റ്റെപ്പൊക്കെ കയറിയത് കാരണം ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ടുണ്ട് കേട്ടോ. തറയിലൊക്കെ ബ്ലഡ് ആയിട്ടുണ്ട്. അങ്ങനെ റൂമിലെത്തി അവിടെ വിക്രമിനെ ഇരുത്തുമ്പോഴേക്കും വിക്രമിനെ ഭയങ്കരമായിട്ട് വേദനിക്കും. അപ്പോഴാണ് വേദ അവിടെയൊക്കെ ഇങ്ങനെ ബ്ലഡ് വീണതൊക്കെ കാണുന്നത്. അയ്യോ, എവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ എവിടേക്കാണ് ഇങ്ങനെ ബ്ലഡ് ആയതെന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ താഴെ മൊത്തം ഉണ്ട് കേട്ടോ. വിക്രം വന്ന വഴിയിലെല്ലാം ഉണ്ട്. അങ്ങനെ വേഗം വേദ ബാത്റൂമിൽ പോയിട്ട് ബക്കറ്റും മോപ്പും എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. വേഗം വേഗം എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ മുറിവിന് കെട്ടിയ ആ ഒരു ബാൻഡേജും ഉണ്ട്. അത് വേദ അവിടെ നിന്ന് എടുക്കും. ശേഷം ബാക്കിയുള്ള വെള്ളമൊക്കെ അവിടെ തറയിൽ ഒഴിച്ചിട്ട് ആ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമൊക്കെ കഴുകുകയാണ്. വിക്രമിനാണെങ്കിൽ വേദന കൊണ്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വേദ ഒരു കെറ്റിലും ഒരു മഗ്ഗും ആയിട്ട് അങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് അത് അവിടെ വെക്കും. നല്ല വേദന ഉണ്ടല്ലേ? അല്ല, ഈ കൈ ഇങ്ങനെ മുറിഞ്ഞത്? അപ്പോഴേക്കും ഒരു കോള് കാണും. ഇഷിതയാട്ടോ വിളിച്ചത്. വിക്രമിന്റെ മുറിവ് കഴിച്ച് സ്റ്റിച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കും. ഞാൻ തന്ന കവറിലെ മരുന്നും പഞ്ഞിയും സിസസൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് മരുന്നൊക്കെ വെച്ച് ഡ്രസ്സ് ചെയ്തേക്കെ, പിന്നെ നാളെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ കാണാനെന്നുള്ള മട്ടില് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. അപ്പൊ ഓക്കെ ഡി, ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്യും. അത് വിക്രമിന്റെ അടുത്ത് പറയും, ഹാവ് എ ഗുഡ് ഡേ എന്നാ ഇഷിതയുടെ ആശംസകള്, നല്ല ഡേയാ. അയ്യോ എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും വിക്രമിന്റെ മുറിവിലേക്കും ശ്രദ്ധിക്കുന്നത് കേട്ടോ. മുറിവിൽ നിന്ന് വീണ്ടും ബ്ലഡ് വരുന്നുണ്ട്. ഒന്ന് അഴിച്ച് ഡ്രസ്സ് ചെയ്യണം. അങ്ങനെ വേദ തന്നെ അവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് കാലൊക്കെ കയറ്റി വെക്കുമ്പോൾ വിക്രമിന് നല്ല വേദനയുണ്ട്. എന്നിട്ട് പാൻറ്റിന്റെ ആ കുറച്ച് ഭാഗം മുകളിലേക്ക് കയറ്റി വെച്ച് അത് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പൊ പറയും, ഞാനിന്ന് പുറത്ത് പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഈ മുഷിഞ്ഞ ഡ്രസ്സ് തന്നെ ഇടണ്ടല്ലോ, ആരെങ്കിലും കണ്ടാ? വേദ പറയും, ആരും കണ്ടില്ലല്ലോ, എന്റെ മുറിയിലേക്ക് പണ്ട് ആരും വരാറില്ല, ഇപ്പൊ പ്രത്യേകിച്ചും. അങ്ങനെ വേദ ആ സ്റ്റിച്ച് നോക്കിയിട്ട് പറയും, ഇത് ഇളകിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുക കേട്ടോ. വേദ ഇങ്ങനെ ചെയ്യുമ്പോൾ വിക്രമിന് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ബഹളം ശബ്ദം ഉണ്ടെങ്കിലും മാക്സിമം ശബ്ദം ഉണ്ടാക്കാതെ നിൽക്കാൻ വിക്രം ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, ഇതെങ്ങനെ കൈ മുറിഞ്ഞത്?
അപ്പോൾ വിക്രം പറയും കുത്തു കൊള്ളാതിരിക്കാൻ കയറി പിടിച്ചതാ, പേടിക്കണ്ട, ഇനി അവനെ കൊണ്ട് അച്ഛനും ഏട്ടന്മാർക്കും പ്രശ്നം ഉണ്ടാവില്ല. വേദയ്ക്കും വിക്രം ആ എസ്ഐയെ കണ്ടോ, ഇനി ചെയ്തില്ലെങ്കിൽ ഏട്ടത്തിമാരെ പോലും വെറുതെ വിടില്ല. അപ്പോൾ വേദയ്ക്കും എന്നിട്ട് എന്ത് ചെയ്തു? വിക്രം പറയും പേടിക്കണ്ട, കൊന്നിട്ടില്ല. വേദ പറയും ഈ കുരുക്കിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ വിക്രം വീണ്ടും വീണ്ടും പുതിയ കുരുക്കുണ്ടാക്കുകയാണോ? എനിക്ക് മാത്രം രക്ഷപ്പെട്ടാ പോരല്ലോ, കുടുംബത്തിലുള്ളവരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നോക്കിയിരിക്കാൻ പറ്റുമോ? അങ്ങനെ വിക്രമിന്റെ കാലെടുത്ത് വേദ ഷോൾഡറിലേക്ക് വെക്കും. എന്നിട്ടാണ് മുറിവൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. ഈ സമയം വിക്രം ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയും വേദ, അച്ഛനെ തല്ലിന്നറിഞ്ഞപ്പോ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല, താൻ എന്നോട് ക്ഷമിക്കേ. വേദ ഒന്നും പറയുന്നില്ല. ആ മുറിവൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അവിടെയൊക്കെ വീണ്ടും ക്ലീൻ ചെയ്യും. എന്നിട്ട് ആ കൈ ഇങ്ങ് കാണിക്കേ. വിക്രം പറയും ഡോക്ടർ മുറിവില് മരുന്ന് വെച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ഉണ്ടോ? ഇല്ല, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മുറിയൊക്കെ നോക്കും. ശേഷം അവിടെ താഴെ ഉണ്ടായിരുന്ന ആ ബ്ലഡിൻ്റെ സ്റ്റെയിനൊക്കെ വേദ തന്നെ ക്ലീൻ ചെയ്ത് ആ മെഡിസിനൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വേദ എന്ന് വിളിച്ച് വിക്രം വേദയുടെ കൈ പിടിക്കുകയാണ്. താൻ പിണക്കത്തിലാണോ? വേദ അറിയും ഞാൻ എന്തിനു പിണങ്ങണം, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടേതായ തീരുമാനങ്ങളുണ്ട്, അത് നടപ്പിലാക്കുന്നതിൽ നിന്നും അച്ഛന് പോലും നിങ്ങളെ തടയാൻ പറ്റിയിട്ടില്ല, പിന്നെ ഞാൻ ശ്രമിച്ചിട്ട് എന്തിനാ? വിക്രം പറയും ചിലത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും സ്വസ്ഥതയുണ്ടാവില്ല, പേപ്പട്ടി പിന്തുടരുന്നത് പോലെ അത് പിന്നാലെ വന്നോണ്ടിരിക്കും. വേദ അറിയും ഒന്നിനെ അവസാനിപ്പിച്ചതുകൊണ്ട് അതില്ലാതാവും തോന്നുന്നുണ്ടോ? എല്ലാ കാലത്തേക്കുമായിട്ട് എല്ലാം അവസാനിപ്പിക്കണം എന്ന് കരുതാഞ്ഞിട്ടല്ലോ. വേദ പറയും കരുതിയാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാനും പറ്റണം. വിക്രത്തിന് അതാവില്ല. വിക്രം പറയും താൻ എങ്ങനെ പറയില്ല, എനിക്കെന്തോ വല്ലാത്ത പോലെ തോന്നുന്നു. വേദ പറയും വിക്രം തന്നെ ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്, അത് ഓർക്കാത്തത് എന്താ? വിക്രം പറയും സോറി. അപ്പൊ വേദ ആ വിക്രമിന്റെ ബാക്കിലേക്ക് ഒരു തലണയൊക്കെ വെച്ച് വിക്രമിനെ ശരിക്കും ഇരുത്താട്ടോ. എന്നിട്ട് അടുത്തിരുന്നിട്ട് പറയും സാരമില്ല, സംഭവിച്ചതെല്ലാം സംഭവിച്ചില്ലേ, ഇനി അതോർത്ത് വിഷമിക്കണ്ട, എന്നാ ഉറങ്ങിക്കോ. എന്നിട്ട് പതിയെ വിക്രമിനെ അങ്ങ് കിടത്താട്ടോ. എന്നിട്ട് പുതപ്പൊക്കെ വിധിച്ചു കൊടുക്കും. കംഫർട്ടബിൾ അല്ലേ? വിക്രം പറയും അങ്ങനെ വേദ ആ മരുന്നൊക്കെ കൊണ്ടുവച്ചിട്ട് വേറൊരു ഷീറ്റ് എടുത്ത് താഴെ ഇട്ടിട്ടാട്ടോ അവിടെ താഴെയാ കിടക്കുന്നത്. അപ്പോഴും വിക്രമിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വിക്രമും വേദയെ തന്നെ നോക്കിയിരിക്കിടക്കുക. അങ്ങനെ വേദ അവിടെ നിന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും വീണ്ടും എഴുന്നേറ്റ് വിക്രമിനെ ഇങ്ങനെ നോക്കും. എന്തേ? വിക്രം ഒന്നുമില്ല എന്ന് പറയും. ഗുഡ് നൈറ്റ്, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെയും കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോഴും രണ്ടാളുടെ ഉള്ളിലും ഇപ്പൊ പ്രണയമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഫീലിങ്സും ഉണ്ട്. വേദ ഇങ്ങനെ താലിച്ചേനൊക്കെ പിടിച്ച് ഒരു നാണത്തിൽ ചിരിച്ചിട്ട് കണ്ണടച്ച് കിടക്കുക. പിന്നെ അതിനുശേഷമുള്ള പ്രമോ അടിപൊളിയാട്ടോ. അതില് സാബുവിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് സംസാരിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ മലർന്ന് കിടക്കുന്നുണ്ട്. ഇത് കണ്ട് ഞെട്ടി ശ്രീകാന്തും ചന്ദ്രശേഖരനും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്